നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സ്വകാര്യ ബസ്സിടിച്ച് വയോധികൻ മരിച്ചു. അഷ്ടമുടി വള്ളക്കടവ് സ്വദേശി ഷാജു സക്കറിയ ആണ് മരിച്ചത്. കൊല്ലം കുണ്ടറ നല്ലിലയിലായിരുന്നു അപകടം. അഞ്ചൽ കരിക്കോണിൽ തെരുവുനായ ആക്രമണം. 7 പേർക്ക് പരിക്ക്. മദ്രസ വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റത്. 4 പേരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പന്നിയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്ക്. സൂര്യനാട് തെക്ക് കിടങ്ങയം സ്വദേശി ഗിരിജകുമാരിക്കാണ് പരിക്കേറ്റത്. വീടിന് മുന്നിൽ വെച്ചായിരുന്നു ആക്രമണം. ലിറ്റർ മാറ്റിച്ചാരായവുമായി 2 പേർ പിടിയിൽ. തിരുവനന്തപുരം മണലുവട്ടം സ്വദേശികളാണ് പിടിയിലായത്. ചടയമംഗലം എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വിശദമായ വാർത്തകളിലേക്ക്. സ്വകാര്യ ബസ്സിടിച്ച് വയോധികൻ മരിച്ചു. അഷ്ടമുടി വള്ളക്കടവ് സ്വദേശി ഷാജു സക്കറിയാണ് മരിച്ചത്. കൊല്ലം കുണ്ടറ നല്ലിലയിലായിരുന്നു അപകടം. ബസ് ഇറങ്ങി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ അതേ ബസ് വയോധികന്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് നല്ലില ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടം. അഞ്ചാലുമൂട്ടിൽ നിന്ന് കൊല്ലം വെളിയം ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ നല്ലിലയിലെ ബന്ധുവീട്ടിലെത്തിയതായിരുന്നു ഷാജു സക്രിയ. നല്ലില ജംഗ്ഷനിൽ ഇറങ്ങിയ ശേഷം ബസിന്റെ ഇടതുവശത്തുകൂടി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അതേ ബസ് ഇടിക്കുകയായിരുന്നു. വെളിയത്തേക്ക് പോകുന്നതിനായി ആൽമാവുമുക്ക് നല്ലില റോഡിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ ബസ് ഷാജു സക്രിയെ ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് വീണ ഷാജു സക്രിയയുടെ ശരീരത്തിലൂടെ ബസിന്റെ മുൻചക്രം കയറിയിറങ്ങി. ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഓമനയാണ് ഭാര്യ. ഷൈനി, ഷൈജു, ഷീജ എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. തെരുവുനായ ആക്രമണത്തിൽ 7 പേർക്ക് പരിക്ക്. അഞ്ചൽ കരിക്കോണിനടുത്തായിരുന്നു സംഭവം. പരിക്കേറ്റ 4 പേരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മദ്രസ വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റത്. അലയമൺ പഞ്ചായത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള സ്ഥലമാണ് കരുകോൺ. കരുകോണിലെ തെരുവുനായ ശല്യം അതിരൂക്ഷമാണ്. സന്ധ്യ കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കരുകോണിൽ. അതുപോലെ തന്നെ പ്രഭാത സവാരിക്കാർ എല്ലാവരും ഇതിൻ്റെ ഭീഷണി അനുഭവിക്കുന്നതാണ്. അപ്പോൾ പഞ്ചായത്ത് അധികൃതർ സത്വരമായ നടപടി, ഈ തെരുവുനായ ശല്യത്തിനെതിരെ സത്വരമായ നടപടി എടുക്കേണ്ടതാണ്. അഞ്ചൽ കരുകോൺ ടൗണിൽ മദ്രസയിൽ പോയ ഒരു വിദ്യാർത്ഥിയടക്കം 7 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. കരുകോൺ സ്വദേശികളായ ജോയ്, ബൈജു, ഗോപി, അബ്ദുൾ വാഹിദ്, 2 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 7 പേർക്കാണ് കടിയേറ്റത്. ബൈജുവിനെ കടിച്ച് തള്ളിയിട്ട ശേഷം മുഖത്തും ദേഹത്തും നായ കടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. നാട്ടുകാരെ കടിച്ച തെരുവുനായ നിരവധി മറ്റ് തെരുവുനായകളെ കടിച്ച ശേഷം വീണ്ടും നാട്ടുകാരെ കടിക്കാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ തെരുവുനായെ വിരട്ടിയോട്ടിക്കുകയായിരുന്നു. തെരുവുനായ ശല്യത്തിന് നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്നുള്ള ആവശ്യവും ശക്തമാകുന്നുണ്ട്. ഇന്ന് 7 പേരെയാണ് തെരുവുനായ കടിച്ചിരിക്കുന്നത്. തെരുവുനായ എന്ന് പറഞ്ഞാൽ ഒരു പേയുള്ള നായാണ് ഇത് കടിച്ചിരിക്കുന്നതെന്നാണ് ജനങ്ങൾക്ക് സംശയമുള്ളത്. ജനങ്ങൾ ഒരുപാട് പേരെ ഇത് ആക്രമിക്കാൻ ശ്രമിച്ചു. ഞങ്ങളൊക്കെ വാഹനത്തിനുള്ളിലായതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചു. മയ്യനാട് ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിൽ സ്മാർട്ട് അംഗൻവാടി കെട്ടിടത്തിന്റെയും കുടുംബശ്രീ ADS വാർഷിക ആഘോഷത്തിന്റെയും ഭാഗമായാണ് കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചത്. 17ഓളം കൈകൊട്ടിക്കളി സംഘങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു. മയ്യനാട് ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡ് സ്മാർട്ട് അംഗൻവാടി കെട്ടിടത്തിന്റെയും കുടുംബശ്രീ ADS വാർഷികാഘോഷത്തിന്റെയും ഭാഗമായാണ് കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 17ഓളം കൈകൊട്ടിക്കളി സംഘങ്ങൾ പങ്കെടുത്തു.
മയ്യനാട് വെള്ളമണൽ സ്കൂൾ അങ്കണത്തിലാണ് കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചത്. കലാകാരി RLV മഞ്ജു, ഹരിലാൽ എന്നിവർ വിധികർത്താക്കളായി. മത്സരം കാണാനും ആസ്വദിക്കാനും നിരവധി ആളുകൾ എത്തിയിരുന്നു. കൈകൊട്ടിക്കളിയുടെ ഫലപ്രഖ്യാപനവും സമ്മാനദാനവും 14-ന് പഞ്ചായത്ത് ഹാളിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ജെ ഷാഹിദ നിർവഹിക്കുമെന്ന് പ്രോഗ്രാം കോർഡിനേറ്ററും 15ാം വാർഡ് അംഗവുമായ മയ്യനാട് സുനിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തെരുവ് നായയുടെ തല കാറിന്റെ ഫോഗ് ലാമ്പിൽ കുടുങ്ങി. രക്ഷകരായി എത്തിയത് അഗ്നിശമന സേന. കായംകുളം കൊക്കാടൻ പറമ്പിൽ ജസീമിന്റെ ഉടമസ്ഥതയിലുള്ള കാറിന്റെ ഫോഗ് ലാമ്പിലാണ് നായയുടെ തല കുടുങ്ങിയത്. കായംകുളം കൊക്കാടൻ പറമ്പിൽ ജസീമിന്റെ ഉടമസ്ഥതയിലുള്ള കാറിന്റെ ഫോഗ് ലാമ്പിലാണ് നായയുടെ തല കുടുങ്ങിയത്. വീട്ടുമുറ്റത്ത് കിടന്ന കാറിന്റെ ഫോഗ് ലാമ്പിൽ നായയുടെ തല കുടുങ്ങിക്കിടക്കുന്നത് രാവിലെയാണ് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് കായംകുളം ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ഫോഗ് ലാമ്പ് പൊളിച്ച് നായയെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു. അരമണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് നായയുടെ തല പുറത്തെടുത്തത്. തുടർന്ന് നായ ഓടി രക്ഷപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കായംകുളം. 20 ലിറ്റർ വാറ്റ് ചാരായുമായി 2 പേരെ ചടയമംഗലം എക്സൈസ് സംഘം പിടികൂടി. തിരുവനന്തപുരം സ്വദേശി ഷാജഹാൻ, മണൽവട്ടം സ്വദേശി പ്രസന്നൻ എന്നിവരാണ് അറസ്റ്റിലായത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ചാരായം പിടിച്ചെടുത്തത്. ചടയമംഗലം എക്സൈസ് ഇൻസ്പെക്ടർ AK രാജേഷിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ചാരായവുമായി 2 പേരെ പിടികൂടിയത്. ഇട്ടിവ മണൽവെട്ടം തേക്കൻ ഭാഗത്ത് ഷാജഹാൻ എന്നയാളുടെ വീട്ടിൽ നിന്നും കച്ചവടത്തിനായി സൂക്ഷിച്ച ചാരായമാണ് പിടികൂടിയത്. നെടുമങ്ങാട് സ്വദേശി ഷാജഹാൻ, ഇട്ടിവ മണൽവെട്ടം ഇഞ്ചിമുക്ക് സ്വദേശി പ്രസന്നൻ എന്നിവരാണ് അറസ്റ്റിലായത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ K ഷാജി, G ഉണ്ണികൃഷ്ണൻ, CPOമാരായ ബിനേഷ് TT, സനൽകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർ A സബീർ, ജയേഷ്, ചന്തു, നന്ദു S സജീവൻ, രാഹുൽ, അർജുൻ, താബു എന്നിവരാണ് പരിശോധനയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശാസ്താംകോട്ട കുമ്പളത്ത് ശങ്കുപിള്ള മെമ്മോറിയൽ ദേവസ്വം ബോർഡ് കോളേജിൽ 3 ദിവസമായി നടന്ന ഫെഡറേറ്റഡ് ഇന്റർനാഷണൽ ചെസ് മത്സരം സമാപിച്ചു. പുതുച്ചേരി സ്വദേശി മതിയഴകൻ 8 പോയിന്റോടെ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കി. കേരള താരങ്ങളായ അഖിൽ SM, അതുൽ കൃഷ്ണ എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. ശാസ്താംകോട്ട കുമ്പളത്ത് ശങ്കുപിള്ള മെമ്മോറിയൽ ദേവസ്വം ബോർഡ് കോളേജിൽ നടന്നുവന്ന ഫെഡറേറ്റഡ് ഇന്റർനാഷണൽ ചെസ് മത്സരത്തിന് സമാപനമായി. ഇവിടെ എത്തിയിട്ടുള്ളവർ വിജയിച്ചവർ മാത്രമല്ല, പരാജയപ്പെട്ടവർ ഇനിയും വലിയ നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ടുള്ള കോച്ചിങ്ങും അതേപോലെ തന്നെ ശാസ്ത്രീയമായ ട്രെയിനിങ്ങും ഒക്കെ നേടി ഈ രംഗത്ത് ഉന്നതമായ വിജയം നേടട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെ ആവേശത്തോടെ പറയാം, ഇന്ന് ചെസ് എന്ന കായിക മേഖലയിൽ ലോക നിലവാരത്തിലേക്ക് ഉയരുന്ന കൗമാരപ്രായക്കാരായ നിരവധി ആളുകൾ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് അങ്ങേയറ്റം ആവേശമാണ്. പത്രമൊക്കെ വായിക്കുമ്പോൾ, ചാനലുകളിൽ സ്പോർട്സിൻ്റെ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വളരെ മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നവരായി മാറുന്നു എന്നുള്ളത് നമുക്ക് ആവേശമാണ്. പുതുച്ചേരി സ്വദേശി മതിയഴകൻ 8 പോയിന്റോടെ ചാമ്പ്യൻസ് പട്ടം കരസ്ഥമാക്കി. കേരള താരങ്ങളായ അഖിൽ SM, അതുൽ കൃഷ്ണ എന്നിവർ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് G മുരളീധരൻ സമ്മാനദാനം നിർവഹിച്ചു. 4 ലക്ഷത്തോളം രൂപ വിവിധ കാറ്റഗറികളിലായി സമ്മാനങ്ങൾ നൽകി. സമ്മാനദാന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ KC പ്രകാശ്, സെനറ്റ് അംഗം ഡോക്ടർ അജേഷ് SR, അനിയൻ നമ്പൂതിരി, R അരുൺകുമാർ, ഡോക്ടർ അരുൺ C നായർ, PG ഉണ്ണികൃഷ്ണൻ, രാജേന്ദ്രൻ പിള്ള, ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കരുനാഗപ്പള്ളി നൈറ്റ് ചെസ് അക്കാദമിയുടെ സഹകരണത്തോടെ നടത്തിയ ടൂർണമെന്റിൽ 9 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള താരങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കേരളത്തിലെ പ്രധാന പാതകൾ മാത്രമല്ല, ഉൾപ്രദേശങ്ങളിലെ റോഡുകൾ വരെ മികച്ച നിലവാരത്തിലുള്ളതാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. കോന്നി ചിറ്റാറിലെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും കോർത്തിണക്കിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് കോന്നിയിൽ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
കോന്നി ചിറ്റാറിലെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ചിറ്റാർ ജില്ലാ സ്പെഷ്യാലിറ്റി ആശുപത്രിക്കായി കണ്ടെത്തിയ മൈതാനത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. റോഡുകൾ, ആശുപത്രികൾ, വിദ്യാലയങ്ങൾ തുടങ്ങി സമസ്ത മേഖലകളിലും വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കോന്നി മെഡിക്കൽ കോളേജിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനോടൊപ്പം തസ്തിക സൃഷ്ടിച്ച് നിയമനം നടത്തുന്നതിനും സർക്കാർ ഏറെ പ്രാധാന്യം നൽകി. ചിറ്റാർ ജില്ലാ സ്പെഷ്യാലിറ്റി ആശുപത്രി, ചിറ്റാർ സർക്കാർ സ്കൂളിന്റെ കെട്ടിടം തുടങ്ങി നാടിന്റെ മുഖച്ഛായ മാറ്റുന്ന നിരവധി പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. ഇവിടെ പറഞ്ഞതുപോലെ ധാരാളം വികസന കാര്യങ്ങൾ നടക്കുകയാണ്. കോന്നി വളരെ വലിയൊരു മണ്ഡലമാണ്. പഴയ കോന്നി ചിറ്റാർ സീനത്തോട് ഉൾപ്പെടുന്നതല്ല. ഞങ്ങളുടെ ശബരിമലയുടെ തൊട്ട് താഴെ തുടങ്ങി ഇങ്ങനെ അറ്റം വരെ നീണ്ടു കിടക്കുന്ന ഈ മണ്ഡലത്തിൽ റോഡുകളൊക്കെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള റോഡുകളാണ് മഹാഭൂരിപക്ഷം റോഡുകൾ. മാത്രത്തിലേക്ക് റോഡുകളുടെ സ്വഭാവം മാറിയിരിക്കുന്നത്. കേരളത്തിലെ പോലെ ഓരോ ഉൾപ്രദേശങ്ങളിലും ഇത്രയും ആധുനിക നിലവാരത്തിലുള്ള റോഡ് വളരെ അപൂർവ സ്ഥലങ്ങളിലേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് ബഹുമാനത്തോടെ എടുത്തു പറയാൻ പറ്റും. കോന്നിയിലും അത് അങ്ങേയറ്റം വികസിതമായിട്ടുണ്ട്. സംസ്ഥാന ധനകാര്യമന്ത്രി എന്ന ഏറ്റവും കൂടുതൽ ബാധ്യത ഏറ്റെടുക്കേണ്ടി വന്ന ഒരു കാര്യം കോന്നി മെഡിക്കൽ കോളേജ്. കോന്നി മെഡിക്കൽ കോളേജ് മുൻപ് ഉദ്ഘാടനം ചെയ്തു, പക്ഷേ ചികിത്സാ സൗകര്യം ഉണ്ടായിരുന്നില്ല. ക്ലിനിക്കൽ പരിശോധനയ്ക്ക് പോലും അവസരം ഉണ്ടായിരുന്നില്ല. മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ കോളേജ്. പക്ഷെ ആ മെഡിക്കൽ കോളേജിൽ 1000-ഓളം വേണം സ്റ്റാഫ്, 1000-ഓളം പേര് വേണം ഒരു മെഡിക്കൽ കോളേജിൽ. ഏറ്റവും മിനിമം 1000-ഓളം സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്തു. അവിടെ ആധുനികമായ സൗകര്യം വന്നു. ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നഴ്സിംഗ് കോളേജ് നടക്കുന്നത്. നഴ്സിംഗ് കോളേജ് മാത്രമല്ല, ഫുഡ് സേഫ്റ്റി സംബന്ധിച്ച ലാബുണ്ട് ഇവിടെ. പോസ്റ്റ് കൂടുതൽ ഉണ്ടായിരിക്കുകയാണ്. ഈ ധനകാര്യമന്ത്രിമാർ ഏറ്റവും കൂടുതൽ തലവേദന അനുഭവിക്കുന്നത് ഈ പോസ്റ്റ് ക്രിയേഷന്റെ കാര്യത്തിലാണ്. കാരണം പോസ്റ്റുകൾ വരിക എന്ന് പറഞ്ഞാൽ വലിയ ബാധ്യത വരും. ഇന്ത്യ രാജ്യത്ത് പോസ്റ്റുകൾക്ക് അധികം ഫില്ല് ചെയ്യുന്നില്ല. പട്ടാളത്തിൽ ഉൾപ്പെടെ കോൺട്രാക്റ്റാണ്. 12 ലക്ഷത്തോളം വേക്കൻസി കേന്ദ്ര ഗവൺമെന്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. 32 ലക്ഷം വേക്കൻസി സംസ്ഥാനങ്ങൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് പക്ഷേ 10 പുതിയ മെഡിക്കൽ കോളേജാണ് ഈ ഘട്ടത്തിൽ തുടങ്ങി അതിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. അപ്പോൾ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ് കോന്നിയിലുണ്ടായി, നഴ്സിംഗ് കോളേജ് വന്നു, മറ്റനുബന്ധ സൗകര്യങ്ങൾ വന്നു. ഓരോ സ്ഥലത്തും കരഞ്ഞൂരിൽ ഞങ്ങൾ പരിപാടി കഴിഞ്ഞാണ് ഇങ്ങോട്ട് വരുന്നത്. അവിടെയും ധാരാളം പ്രൊജക്ടുകളുടെ ഉദ്ഘാടനമാണ്. ധാരാളം പുതിയ സംവിധാനങ്ങൾ, റോഡുകൾ, കെട്ടിടങ്ങളെല്ലാം വരും. ഇങ്ങനെ കോന്നി മണ്ഡലത്തിൽ വലിയ വികസനം വന്നിട്ടുണ്ട് എന്നുള്ളത് MLA-യുടെയും ഈ നാട്ടിലെ എല്ലാവരുടെയും ചേർന്ന പ്രവർത്തനത്തിന്റെ അഭിമാനകരമായ ഉദാഹരണമാണ്. അത് നടത്തി കൊടുക്കുവാൻ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആയതുകൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ എല്ലായിടത്തും ഇതേപോലെ വികസനം നടക്കുകയാണ്. ചിറ്റാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. കോന്നി MLA-യുടെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് വാങ്ങിയ ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ആംബുലൻസ്, ചിറ്റാർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ ബസ് എന്നിവയുടെ താക്കോൽദാനവും മന്ത്രി നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ആശുപത്രി നിർമ്മിക്കാൻ 2 ഏക്കർ സ്ഥലം സർക്കാരിലേക്ക് സൗജന്യമായി നൽകിയ പ്രമുഖ വ്യവസായി ഡോക്ടർ വർഗീസ് കുര്യനെ മന്ത്രി ആദരിച്ചു. ചിറ്റാറിലെ ഡിജിറ്റൽ സർവേ നടപടികളുടെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി K. രാജൻ ഓൺലൈനായി നിർവഹിച്ചു. കോന്നി MLA അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ, റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KS ഗോപി, ചിറ്റാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A. ബഷീർ, ജില്ലാ പഞ്ചായത്ത് അംഗം ലേഖ സുരേഷ്, സംഘാടക സമിതി ജനറൽ കൺവീനർ KG മുരളീധരൻ, കൺവീനർ TK സജി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പന്നിയുടെ അക്രമത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്ക്. ശൂരനാട് തെക്ക് കിടങ്ങയം സ്വദേശി ഗിരിജകുമാരിക്കാണ് പരിക്കേറ്റത്. വീടിന് മുന്നിൽ വെച്ചാണ് ആക്രമണമുണ്ടായത്. പ്രദേശത്ത് പന്നിശല്യം രൂക്ഷമാണ്. പന്നിയുടെ ആക്രമണത്തിലാണ് വീട്ടമ്മയ്ക്ക് പരിക്ക് പറ്റിയത്. ശൂരനാട് തെക്ക് പഞ്ചായത്തിൽ കിടങ്ങയം വടക്ക് 16-ാം വാർഡിൽ വെരൂർ ശശിമന്ദിരത്തിൽ ഗിരിജകുമാരിക്കാണ് പരിക്കേറ്റത്. വീടിന് മുന്നിൽ വെച്ച് പന്നി ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. പന്നി വന്ന് കുത്തിയിട്ട് മറിഞ്ഞു വീണ് 8 കുത്തിക്കെട്ടുണ്ട്. പന്നിയും പട്ടിയുടെ ദൂഷ്യമാണ്. രാത്രിയിലും പകലും ആൾക്കാർക്ക് നടക്കാൻ പറ്റത്തില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഞാൻ അക്ക തൂത്തോണ്ട് നിന്നത്, അത് അന്നേരം അതിനെ കണ്ടത്. അത് അക്ക നോക്കിയപ്പോൾ ഉണ്ട് വീണ് കിടക്കുന്നതാണ് ഞാൻ കാണുന്നത്. വീണ് ഭയങ്കരനായിട്ടൊരു മുറിവ അത്. പ്രദേശത്ത് പന്നിശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. രാത്രി കൂട്ടത്തോടെ നമുക്ക് നോക്കാൻ പറ്റുന്നില്ലല്ലോ. രാത്രിയാകുമ്പോൾ കാണാൻ പറ്റത്തില്ല ഏത് കൂട്ടത്തോടെ വരുന്നുണ്ടെന്ന്. പക്ഷെ കൂട്ടത്തോടെ ഉണ്ട് ഇവിടെ. കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്ന് കണ്ട ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട്. കൂട്ടത്തോടെ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് ഒരു 5 കിലോമീറ്ററിനകത്തല്ലോ ഇഷ്ടംപോലെ പന്നികളാണ്. പെരുങ്ങാടിയില്ല അതിൻ്റെ സ്റ്റാർട്ടിങ്. പന്നിശല്യത്തിനെതിരെ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പന്നിശല്യം രൂക്ഷമായതോടെ ഏറെ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും.
സ്വകാര്യ ബസ്സിടിച്ച് വയോധികൻ മരിച്ചു. അഷ്ടമുടി വള്ളക്കടവ് സ്വദേശി ഷാജു സക്കറിയ ആണ് മരിച്ചത്. കൊല്ലം കുണ്ടറ നല്ലിലയിലായിരുന്നു അപകടം. അഞ്ചൽ കരിക്കോണിൽ തെരുവ് നായ ആക്രമണം. 7 പേർക്ക് പരിക്ക്. മദ്രസ വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റത്. 4 പേരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പന്നിയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്ക്. സൂര്യനാട് തെക്ക് കിടങ്ങയം സ്വദേശി ഗിരിജകുമാരിക്കാണ് പരിക്കേറ്റത്. വീടിന് മുന്നിൽ വെച്ചായിരുന്നു ആക്രമണം. ലിറ്റർ മാറ്റിച്ചാരായവുമായി 2 പേർ പിടിയിൽ. തിരുവനന്തപുരം മണലുവെട്ടം സ്വദേശികളാണ് പിടിയിലായത്. ചടയമംഗലം എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.